വാപ്പ ഉമ്മ ക്വാളിറ്റി ഉള്ളവളായിരിക്കണം. നീ നല്ലവളാണെങ്കിൽ നിന്റെ മടിത്തട്ടിൽ നല്ല മക്കൾ വളരും. പിടിക്കണ്ട, നിന്റെ തലമുറയിൽ നല്ല മക്കൾ ഉണ്ടാകും. ഉമ്മ എന്ന് പറഞ്ഞ സാധാരണ ആളല്ല. ഒരു ഉമ്മയുടെ ദുആയ്ക്ക് എത്രത്തോളം ഇജാബത്തുണ്ട്. ഒരു ഉമ്മ എന്ന് പറഞ്ഞാൽ ആരാ? പഠിക്കണം ഉമ്മയെ കുറിച്ച്. അള്ളാഹു നമ്മളെയൊക്കെ നന്നാക്കി തരുമാറാകട്ടെ. അതുകൊണ്ട് നല്ലവരാകണം. അള്ളാഹിനെ ഭയന്ന് ജീവിക്കുക. ഈ ഓളവും ബഹളവും ഒക്കെ മാറും. ഈ കളിയും തമാശകളൊക്കെ മാറും. എന്തൊക്കെ കാണിച്ചാലും ഒരു ദിവസം നമ്മൾ വീഴും. അത് മാത്രം ഓർത്താൽ മതി. ഈ ചാട്ടവും ബഹളവും ഈ കളിയും തമാശയും പണവും സൗന്ദര്യവും ഇതൊക്കെ ഇന്ന് ആള് നിന്റെ കൂടെ ഉണ്ട്. പണം ഉള്ളത് കൊണ്ട് എല്ലാരും ഉണ്ട് നിന്റെ കൂടെ. പെണ്ണുങ്ങളൊക്കെ നിന്റെ കൂടെ നടക്കും. തൊലിക്കിത്തിരി വെളുപ്പുള്ളത് കൊണ്ട് 4 പെറ്റതാണെങ്കിലും നിന്റെ കൂടെ നടക്കാൻ ആളുണ്ട്, കെട്ടാൻ ആളുണ്ട്, വിളിക്കാൻ ആളുണ്ട് പെങ്ങളെ. പക്ഷെ ഒരു ദിവസം നീ വീഴും. ആമിന, നീ എവിടെ പോവാനാടി? അല്ല ചോദിക്ക. അല്ല ചോദിക്കുന്ന സിറാജേ, എടാ ഓന്തോടി എവിടെ വരെ ഓടൂടാ സിറാജേ? ഒരു ദിവസം നീ വീഴും. അല്ല എന്നോട് പറയാ, നീ വീഴും, നീ എന്റെ മുമ്പിൽ തന്നെ വരും. അള്ളാഹു നമ്മളെ നന്നാക്കുമാറാകട്ടെ. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ടവരോട് പറയുന്നു, പടച്ചവനെ മറക്കരുത്, പടച്ചവനെ മറക്കരുത്. നമ്മളെ കൈപിടിക്കാൻ ആകെ ഉള്ളത് അള്ളാഹുവാ. ആ അള്ളാഹുവിനെ വെറുപ്പിക്കരുത്. പടച്ചവനെ പേടിച്ച് ജീവിക്ക്. അല്ല കാണുന്നുണ്ടെന്നുള്ള ബോധം. ഏറ്റവും വലിയ സങ്കടം എന്തെന്നറിയോ? വീടിന്റെ അകത്തിരുന്നിട്ട് നീ തെറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. ഉദാഹരണം, നീ നിന്റെ വീടിനകത്തിരുന്ന് എന്തെങ്കിലും TV കണ്ടുകൊണ്ടിരിക്കുക. ഉദാഹരണം, ആരുമില്ലാത്ത സമയത്ത് നിങ്ങൾ വീടിന്റെ അകത്തിരുന്ന് സിനിമയോ എന്തെങ്കിലും കണ്ടുകൊണ്ടിരിക്കുക. അപ്പോഴാ ഒരാള് വരുന്നു, ഉടനെ TV ഓഫാക്കി നേരെയായി അല്ലേ? ഉടനെ TV ഓഫാക്കി തലയിൽ തുണിയിട്ടു, നീ പെട്ടെന്ന് വലിയ മാന്യായി. എന്നാ നീ ചിന്തിക്ക്, കേവലം ഒരു മനുഷ്യൻ വന്നപ്പോ ആ മനുഷ്യനെ പേടിച്ചിട്ട് കാണാതിരിക്കാൻ എല്ലാം മറച്ചു വെച്ചിട്ട് നീ എന്ത് ചെയ്തു? സൂക്ഷ്മത കാണിച്ചു. എന്നാ ആമിന, അല്ല ഇത് കണ്ടോണ്ടിരിക്കായിരുന്നല്ലോ. ആ വന്നവന് കൊടുത്ത വില പോലും അള്ളാഹ്ക്ക് കൊടുത്തില്ലല്ലോ. ആ വന്ന മനുഷ്യന് കൊടുത്ത സ്ഥാനം പോലും എന്നെ പടച്ച റബ്ബിന് ഞാൻ കൊടുക്കുന്നില്ലല്ലോ. ഇതിനേക്കാളും വലിയ അക്രമം എന്താണോ? അള്ളാഹു നമ്മളെ നന്നാക്കി തരുമാറാകട്ടെ.